കയറി ബോംബെ പോയാണ് ഞാൻ വിദേശ രാജ്യത്ത് പോകുന്നത്. ചേട്ടാ ആന്ധ്രയിൽ അന്ത്രു വേണ്ട. ഓക്കെ പോയല്ല. ഓക്കെ അടിപൊളി. അപ്പൊ ചേട്ടാ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താണ് പറയണ്ടത്? ചേട്ടാ ആന്ധ്രയിലെ അന്ത്രുവിന്റെ 12 കോന്ത്രമല്ല ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു. ആന്ധ്രയിലെ 12 സ്വതന്ത്രന്മാരെ തട്ടിയെടുത്തു. ആന്ധ്രയിലെ 12 സ്വതന്ത്രന്മാരെ മുഖ്യമന്ത്രി തട്ടിയെടുത്തു. ആന്ധ്രയിലെ 12 സ്വതന്ത്രന്മാരെ തട്ടിയെടുത്തു. ഈ സ്വതന്ത്രം എവിടുന്ന് വന്നെന്നാണ് എനിക്ക് മനസ്സിലാവാതെ കേട്ടോ. പിന്നെ ആരാ എടുത്ത? എന്റെ കർത്താവേ. ഇല്ല ചേട്ടാ ഞാനും ചേട്ടനായിട്ട് ഒരു ബന്ധമല്ല. വാ നീ വാ. നിന്റെ പേരെന്താ? സെയ്തലി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടാ 3 പേര് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ആന്ധ്രയിലെ അന്ത്രുവിന്റെ 12 കോന്ത്രമല്ല ആന്ധ്രയിലെ മുഖ്യമന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു. പറ. ആന്ധ്രയിലെ അന്ത്രുവിന്റെ 12 കോന്ത്രപ്പല്ലി ആന്ധ്രയിലെ മുഖ്യമന്ത്രി തട്ടിയെടുത്തു. ആന്ധ്രയിലെ മന്ത്രി തന്ത്രപൂർവ്വം തട്ടിയെടുത്തു. ആന്ധ്രയിലെ അന്ത്രുവിന്റെ 12 കൊണ്ടറപ്പല്ലി ആന്ധ്രയിലെ മുഖ്യമന്ത്രി തട്ടിയെടുത്തു. നിരത്തിയിരിക്കുകയാണ്. ഒരു ഗംഭീര കൈയടി അദ്ദേഹത്തിന് വേണ്ടി. നിങ്ങൾ തന്നെ പറയൂ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച ആരാണ്? പറയൂ. ആൻഡ് ബാക്കിയുള്ള 2 പേരും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും നമ്മുടെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊടുത്തോട്ടെ. സോ കൺഗ്രാറ്റുലേഷൻ ചേട്ടാ. ഈ നമ്മളൊരു 10, 12, 15 വർഷമായിട്ട് ഉണ്ട്. ആ പ്രതീക്ഷിച്ചിരുന്നത് വല്ല ഷാറൂഖ് ഖാനോ മഹാരാഷ്ട്ര ബോംബെ പട്ടണത്തിൽ താമസിക്കുന്ന ഫിലിം സ്റ്റാറുകളെയാണ്. രാജേഷ് ഖന്ന, ഡിംപിൾ കപാഡിയ, അമിതാഭ് ബച്ചൻ. നമ്മളെല്ലാരെയും കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇന്ന് ആസിഫൊക്കെയാണ്. ആസിഫൊക്കെ ഇഷ്ടമാണോ? നമ്പർ 1 കേരള വാല. ഓക്കെ എല്ലാരും പൊക്കോളൂ. താങ്ക് യു.